ചെയ്യുമ്പോഴാണ് അള്ളാഹുവിന്റെ തൃപ്തിയുള്ള ദാസനായി മാറുക. അതെല്ലാം പറഞ്ഞു തരുന്നത് ആരാണ്? നബിമാരാണ്. അതേപോലെ മനുഷ്യ സമൂഹത്തിൽ നീതി, സ്വാർത്ഥത മനുഷ്യനെ എപ്പോഴും പിന്നാലെ ഉണ്ടാവും, സ്വാർത്ഥത. അപ്പൊ അത് മാറി നീതിപൂർവം പെരുമാറുവാനും തന്റെ വിഷയത്തിലും താനുമായി ബന്ധപ്പെട്ട ഒക്കെ നീതിപൂർവമായിട്ടുള്ള ജീവിതം ഉണ്ടാകാൻ അല്ലേ അധ്യാപനങ്ങൾ ആവശ്യമാണ്. എല്ലാവരോടും സൃഷ്ടികൾ പലതരക്കാരല്ലേ, അത്തരക്കാരോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്? താൻ ബന്ധപ്പെടുന്ന മനുഷ്യ സമൂഹത്തിലെ ഓരോ വ്യക്തികളോടും എങ്ങനെ പെരുമാറണം? ആരുടെയോ മൈക്ക് അല്ലേ? എത്ര ദിവസം ഉണ്ടാവുന്ന ഒന്ന് പറയും ഓഫാക്കാൻ. മറ്റേ സാധനത്തിന്റെ പേരെന്താ? ഇതെത്ര ദിവസം ഉണ്ട്? ശരിയല്ലേ? അപ്പം മനുഷ്യർ പല തരത്തിലുള്ളവർ, പല ഗോത്രത്തിലുള്ളവർ, മനുഷ്യരെയും പല നിലയിലാണ് അല്ലാഹു പല സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പൊ അവരോട് നീതിപൂർവം പെരുമാറേണ്ടത് എങ്ങനെ, അവരോടുള്ള പെരുമാറ്റങ്ങൾ എങ്ങനെയായിരിക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മനുഷ്യൻ അറിഞ്ഞു ജീവിക്കേണ്ടതുണ്ട്. അപ്പൊ നബിമാരിലൂടെയാണ് ഈ മനുഷ്യ ജീവിതത്തിന് ആവശ്യമായ ജീവിത നിയമങ്ങൾ, ഖാനൂൻ എല്ലാം വരുന്നത്. അള്ളാഹുവിനെ സംബന്ധിച്ച് എന്താണ് വിശ്വസിക്കേണ്ടത്, എങ്ങനെയാണ് നമ്മൾ കരുതേണ്ടത്, അങ്ങനെ ദുനിയാവിലും ആഖിറത്തിലും എല്ലാവിധ വിജയവും ലഭ്യമാകുന്നതിന് ഒരു മനുഷ്യൻ എന്ത് ചെയ്യണം, എന്ത് ചെയ്യണ്ട, എന്ത് വിശ്വസിക്കണം, എന്ത് വിശ്വസിക്കരുത്, എന്ത് കഴിക്കണം, എന്ത് കഴിക്കരുത്, എന്ത് പ്രവർത്തിക്കണം, എന്ത് പ്രവർത്തിക്കരുത്, ഈ കാര്യങ്ങളെല്ലാം നമ്മൾക്ക് പറഞ്ഞു തരുന്നത് പ്രവാചകന്മാരാണ്. അപ്പൊ ദുനിയാവിന്റെ വിജയവും ആഖിറത്തിന്റെ വിജയവും പ്രവാചകന്മാരുടെ അധ്യാപനങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നതിനാണ്. അതുകൊണ്ട് അങ്ങനെ അല്ലാഹു തആല ആദ്യം മുതൽ തന്നെ പ്രവാചകന്മാരെ സമൂഹത്തിലേക്ക് നിയോഗിച്ചു. നമുക്കറിയാം, ദുനിയാവിൽ തന്നെ ഒരു മെഷീൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ മെഷീന്റെ കൂടെ രണ്ട് കാര്യങ്ങളാണ് അതിന്റെ ഉൽപാദകർ അത് മനസ്സിലാക്കാൻ വേണ്ടി ചേർത്ത് വെക്കുന്നത്. ഒന്ന്, ആ മെഷീനെ നിർമ്മിച്ച ആ ടെക്നോളജിയെ സംബന്ധിച്ച് അറിയാവുന്ന ഒരു പ്രതിനിധിയെ നമ്മൾ ആ കൂട്ടത്തിൽ അയക്കും, അതിനെ വിവരിച്ചു തരാനും മനസ്സിലാക്കി തരാനും. മറ്റൊന്ന്, ഒരു കാറ്റലോഗ് ഉണ്ടാവും, എങ്ങനെയാണ് പ്രവർത്തിപ്പിക്കേണ്ടത്, അതിന്റെ രീതികളും മറ്റും വിശദീകരിച്ചുകൊണ്ട്. അപ്പൊ ഇത് അല്ലാഹു തആല മനുഷ്യനെ സൃഷ്ടിച്ച്, ലോകത്തെ സൃഷ്ടിച്ച്, മനുഷ്യനാണ് ലക്ഷ്യം. ആ മനുഷ്യന് ജീവിക്കാൻ ആവശ്യമായ അള്ളാഹുവിന്റെ നിയമങ്ങൾ വിവരിച്ചു തരാൻ വേണ്ടി നബിമാരെ അയക്കുകയാണ്. പ്രതിനിധികളെ മിഷൻ നിർമ്മിച്ചിട്ട് പ്രതിനിധിയെ അയക്കുന്നത് പോലെ അള്ളാഹു തആല പ്രവാചകന്മാരെ അയച്ച് നമ്മുടെ ശരീരത്തെ എങ്ങനെ ഉപയോഗിക്കണം, അല്ലെ, നമ്മുടെ കണ്ണ് എങ്ങനെ ഉപയോഗിക്കണം, നമ്മുടെ ചെവി എങ്ങനെ ഉപയോഗിക്കണം, നാവ് ഏത് കാര്യത്തിൽ ഉപയോഗിക്കണം, എന്തൊക്കെയാണ് വിശ്വസിക്കേണ്ടത് ഹൃദയത്തിൽ, അങ്ങനെ ഇത്യാദി മുഴുവൻ കാര്യങ്ങളും വിശദീകരിക്കാനായി അള്ളാഹു തആല മനുഷ്യനാകുന്ന മെഷീനെ സൃഷ്ടിച്ച്, അല്ലെ, അതിന്റെ കൂടെ അയച്ച ആളാണ് മനുഷ്യനാകുന്ന പ്രവാചകൻ. പിന്നെ ഗ്രന്ഥം, പരിശുദ്ധ ഖുർആൻ ഷരീഫും അതേപോലെ പൂർവ്വകാല ഗ്രന്ഥങ്ങളെല്ലാം കാറ്റലോഗാണ് മനുഷ്യന്റെ അവയവങ്ങളും മനുഷ്യനും എങ്ങനെ പ്രവർത്തിക്കണമെന്നറിയിക്കാൻ. ഏതായാലും പ്രവാചകന്മാരെ കുറിച്ച് വിശ്വസിക്കുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ്. ഒരാൾ വിശ്വാസിയായി, അല്ലാഹുവിന്റെ അടുക്കൽ പ്രിയപ്പെട്ട ഒരു വിശ്വാസിയായി തീരണമെങ്കിൽ നബിമാരെ സംബന്ധിച്ച് വിശ്വസിക്കണം. അത് എത്ര നബിമാരെയാണ് അല്ലാഹു തആല അയച്ചത്, പൂർവ്വകാല നബിമാരുടെ അവസ്ഥ, അല്ലെ, എല്ലാ നബിമാരിലും വിശ്വസിക്കണം. ആകെ എത്ര നബിമാരുണ്ട് എന്നുള്ള വിഷയത്തില് സാധാരണ ഹദീസ് വരുന്നത് 1,24,000-ൽ പരം നബിമാർ. 1,24,000 നബി എന്ന് വന്നിട്ടുണ്ട്. പിന്നെ 2,24,000 എന്നുള്ള ഹദീസ് ഉണ്ട്. അപ്പൊ അങ്ങനെ വ്യത്യസ്ത ഹദീസുകൾ ഉള്ളത് കൊണ്ടാണ് 1,24,000-ൽ
പരം എന്ന് നമ്മൾ പറയുന്നത്. എത്ര നബി അള്ളാഹു അയച്ചിട്ടുണ്ടോ ആ മുഴുവൻ നബിമാരിലും നമ്മൾ വിശ്വസിക്കുകയാണ്. ആരും പുറത്തു പോകാൻ പാടില്ല. അതുകൊണ്ട് അള്ളാഹു കൂടുതൽ അയച്ചിട്ടുണ്ടെങ്കിൽ അവരെല്ലാം വിശ്വസിക്കുകയാണ്. അതാണ് ആ വാക്ക് നമ്മൾ പ്രയോഗിക്കുന്നത്. അപ്പൊ പൂർവകാല നബിമാരിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതാത് കാലഘട്ടങ്ങളിൽ ആ നബിമാർ സത്യ നബിമാരാണ്. അവർ കൊണ്ടുവന്ന ശരീഅത്ത് ആ സമൂഹത്തിന് ജീവിക്കാനുള്ള നിയമങ്ങളായിരുന്നു. അള്ളാഹുവിന്റെ നബിയാണ് അദ്ദേഹം എന്ന് വിശ്വസിക്കുന്നു. ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ നിയമം അനുസരിച്ചാലേ മനുഷ്യൻ അള്ളാഹുവിന്റെ തൃപ്തി നേടാൻ അതാത് കാലഘട്ടങ്ങളിൽ കഴിയുമായിരുന്നുള്ളൂ. അല്ലെ, നൂഹ് നബിയുടെ കാലത്ത് നൂഹ് നബി കൊണ്ടുവന്ന ശരീഅത്ത്, ഇബ്രാഹിം നബിയുടെ കാലത്ത് ഇബ്രാഹിം നബി കൊണ്ടുവന്ന നിയമം പാലിച്ചാലേ അള്ളാഹുവിന്റെ തൃപ്തി കിട്ടൂ. അതേപോലെ മൂസാ നബിയുടെ കാലത്ത് മൂസാ നബിയുടെ നിയമങ്ങൾ പാലിക്കുന്നവർക്കേ എന്തുള്ളൂ, അള്ളാഹുവിന്റെ തൃപ്തി കിട്ടുകയുള്ളൂ. അങ്ങനെ അതാത് കാലഘട്ടങ്ങളിൽ അവരവർ കൊണ്ടുവന്ന നിയമങ്ങൾ അനുസരിച്ചാൽ മാത്രമേ അള്ളാഹുവിന്റെ തൃപ്തി കിട്ടുകയുള്ളൂ എന്ന സ്വഭാവത്തിൽ ആ നബിമാരെ സംബന്ധിച്ച് വിശ്വസിക്കലാണ്. ആ നബിമാരെല്ലാം കൊണ്ടുവന്ന അടിസ്ഥാന നിയമങ്ങളൊന്നാണ് വിശ്വാസ കാര്യങ്ങൾ. അള്ളാഹുവിൽ വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കുക, മലക്കുകളിൽ വിശ്വസിക്കുക, പരലോകത്തിൽ വിശ്വസിക്കുക, നന്മയും തിന്മയും അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നാണ് വിശ്വസിക്കുക. ഈ വിശ്വാസ കാര്യങ്ങളിൽ എല്ലാ നബിമാരും ഒന്നു തന്നെയാണ് അവർ പ്രചരിപ്പിച്ചത്. പിന്നെ നിയമങ്ങളിൽ ചില പ്രവർത്തിക്കേണ്ട നിയമങ്ങളിലൊക്കെ അതാത് കാലഘട്ടം അനുസരിച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാവും. അല്ലാഹു തആല പറയുന്നുണ്ട്, ഖുൽ ആമന്നാ ബില്ലാഹി വമാ ഉൻസില അലൈനാ വമാ ഉൻസില അലാ ഇബ്രാഹീമ വഇസ്മാഈല വഇസ്ഹാഖ വയഅഖൂബ വൽഅസ്ബാതി വമാ ഊതിയ മൂസ വഈസ വന്നബിയ്യൂന മിൻ റബ്ബിഹിം ലാ നുഫർരിഖു ബൈന അഹദിൻ മിൻഹും വനഹ്നു ലഹു മുസ്ലിമൂൻ. താങ്കൾ പറയുക, ഞാൻ അള്ളാഹുവിൽ വിശ്വസിച്ചു, ഞങ്ങളുടെ മേൽ അവതരിപ്പിക്കപ്പെട്ട ഖുറാനിലും ഇബ്രാഹിം നബിക്ക് അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥത്തിലും ഇസ്മായിൽ നബിക്ക് അവതരിപ്പിക്കപ്പെട്ട നിയമത്തിലും ഇസ്ഹാഖ് നബിക്ക് അവതരിപ്പിക്കപ്പെട്ടതിലും യാക്കൂബ് നബിക്കും സന്താനങ്ങൾക്കും അവതരിപ്പിക്കപ്പെട്ടതിലും മൂസ, ഈസ, മറ്റ് നബിമാർക്കൊക്കെ നൽകപ്പെട്ട കാര്യങ്ങളിലും നാം വിശ്വസിക്കുന്നു എന്ന് താങ്കൾ പറയുക. എല്ലാവർക്കും അവതരിപ്പിക്കപ്പെട്ട കാര്യങ്ങൾ അള്ളാഹുവിന്റെ നിയമങ്ങളായിരുന്നു എന്ന് നമ്മൾ വിശ്വസിക്കണം. ഇന്നത് അതേപോലെ തന്നെ സംരക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. പക്ഷേ യഥാർത്ഥത്തിൽ എന്താണോ അള്ളാഹുവിൽ നിന്ന് വന്നത് അത് ശരിയായിരുന്നു അതാത് കാലഘട്ടങ്ങളിൽ എന്ന് ചുരുക്കമായി വിശ്വസിച്ചാൽ മതി. അല്ലാതെ ഇന്നത്തെ തൗറാത്തിലും ഇഞ്ചീലിലും ഒക്കെ ഉള്ളതെല്ലാം ശരിയാണെന്ന് വിശ്വസിക്കേണ്ടതില്ല. കാരണം അതെല്ലാം തിരുത്തലുകൾക്കും മാറ്റങ്ങൾക്കൊക്കെ വിധേയമായതാണ്. അതുകൊണ്ട് പക്ഷെ യഥാർത്ഥത്തിൽ അള്ളാഹു അവതരിപ്പിച്ച ഒരു കാര്യമുണ്ട് അവരുടെ കാലഘട്ടങ്ങളിൽ, അതിൽ വിശ്വസിക്കണം. ലാ നുഫർരിഖു ബൈന അഹദിൻ മിൻഹും, ആ നബിമാരിൽപ്പെട്ട ആരുടെയും ഇടയിൽ നമ്മൾ വിവേചനം കാണിക്കുന്നില്ല. എല്ലാവരും അള്ളാഹുവിന്റെ നബിമാരാണ്. വനഹ്നു ലഹു മുസ്ലിമൂൻ, നമ്മൾ ഇറക്കിയിരിക്കുന്ന എല്ലാ നബിമാരിലും വിശ്വസിച്ചവരാണ് എന്നും കൂടി പറയുക. ഖുർആനിന്റെ ഒരു ആയത്താണ് ഞാൻ സൂറത്ത് ആല ഇമ്രാൻ 84-ാമത്തെ ആയത്താണ്. ഈ പറഞ്ഞ നബിമാർക്ക് അവതരിപ്പിച്ച എല്ലാ ഗ്രന്ഥങ്ങളിലും വിശ്വസിക്കണമെന്ന് നമ്മളോട് പറയുകയാണ് അല്ലാഹു തആല. ശരി, ഖൈറപ്പൻ നബി, ആദ്യമായി നമ്മൾക്ക് നബിമാരുമായി ബന്ധപ്പെട്ട നബിയും റസൂലും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നൊരു ചർച്ചയുണ്ട്. ഒന്ന്, നബിമാരുടെ എണ്ണം എത്ര എന്നതാണ്, അല്ലെ? ഒന്ന്, നബിമാരുടെ എല്ലാവരുടെയും പേരൊന്നും എന്ത് ചെയ്യുന്നില്ല, നമുക്ക് പഠിപ്പിച്ചു തരുന്നില്ല. അള്ളാഹു ഖുർആനിൽ പറഞ്ഞത്, വലഖദ് അർസൽനാ റുസലൻ മിൻ ഖബ്ലിക്, താങ്കൾക്ക് മുമ്പ് ധാരാളം ദൂതന്മാരെ നാം അയച്ചിട്ടുണ്ട്. മിൻഹും മൻ ഖസസ്ന അലൈക്, അതിൽ കുറച്ചു പേരുടെ പേര് നാം നിങ്ങൾക്ക് പറഞ്ഞു തന്നു. മിൻഹും മൻ ലം നഖ്സുസ് അലൈക്, കുറച്ചു പേരുടെ സംഭവങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽ കുറച്ചു പേരുടെ സംഭവങ്ങൾ നിനക്ക് നാം പറഞ്ഞു തന്നിട്ടില്ല എന്ന് പ്രവാചകനോട് അല്ലാഹു തആല പറയുക. അപ്പൊ പ്രവാചകന് പോലും എന്ത് ചെയ്തിട്ടില്ല, എല്ലാ നബിമാരുടെയും പേരുകളും സംഭവങ്ങളും അവരുടെ സാഹചര്യങ്ങളും അല്ലാഹു തആല പറഞ്ഞു കൊടുത്തിട്ടില്ല. അല്ലാഹു നേരിട്ട് പറയുക, നിനക്ക് നാം കുറച്ച് നബിമാരെ പറ്റി പറഞ്ഞു തന്നു. വമിൻഹും മൻ ലം നഖ്സുസ് അലൈക്, താങ്കൾക്ക് കുറെ നബിമാരെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ നാം തന്നിട്ടില്ല. അപ്പൊ എത്രയാണ് എണ്ണം എന്ന് നമ്മൾക്ക് എങ്ങനെ അറിയാൻ കഴിഞ്ഞു? ഏകദേശം അതൊരിക്കൽ റസൂലുള്ളാഹി പള്ളിയിൽ ഇരിക്കുമ്പോൾ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ തങ്ങളോട് ചോദിച്ചു, നബിമാരുടെ എണ്ണം എത്രയാണ് തങ്ങളെ? ഖാല മിഅത്തു അൽഫിൻ വ അർബഅത്തുൻ വഇശ്റൂന അൽഫൻ
1,24,000 എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. അർ-റുസുലു മിൻ ദാലിക്, അതിലെ മുർസലുകൾ എത്രയാണ്? 315 റസൂലുള്ളാഹി പറഞ്ഞു 315. ഇത് മുസ്നദ് അഹ്മദ് എന്ന ഗ്രന്ഥത്തിൽ, അത് ഹദീസിന്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ്. അഹ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഗ്രന്ഥം മുസ്നദ് അഹ്മദ്, ആ ഗ്രന്ഥത്തിലാണ് ഈ ഹദീസ് ഉദ്ധരിച്ചിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ എങ്കിലും ഹദീസിന്റെ മറ്റു രീതിയിലും എണ്ണങ്ങൾ വ്യത്യസ്തമായി വന്നിട്ടുള്ളത് കൊണ്ട് നമ്മൾ 1,24,000 പരം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ എണ്ണത്തെ പറ്റി പറയുന്നത്. പിന്നെ നബിയും റസൂലും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ചില സ്ഥലങ്ങളിൽ ഒരാളെ സംബന്ധിച്ച് തന്നെ അദ്ദേഹം റസൂലുമാണ് നബിയുമാണ് എന്ന് പറയുന്നു. റസൂൽ എന്ന് പറഞ്ഞ ദൂതൻ, വാർത്തകൾ നൽകി മറ്റുള്ളവരിലേക്ക് പറഞ്ഞയക്കുന്ന ദൂതനെയാണ് റസൂൽ എന്ന് പറയുന്നത്. നബി എന്ന് പറയുമ്പോൾ വാർത്തകൾ നൽകപ്പെടുന്നവനെന്നാണ്. നബ എന്ന് പറഞ്ഞാൽ സത്യവാർത്ത എന്നാണ്, സത്യമായ വാർത്തകൾ. ഇത് നബ. ആ നബ എന്ന പദത്തിൽ നിന്നാണ് നബിയ്യ് എന്ന പദം ഉണ്ടായിരിക്കുന്നത്. അപ്പം സുവാർത്തകൻ, ശരിയായ വാർത്തകൾ പറയുന്നവൻ, സച്ചി ഖബർ ദേനേവാല, സത്യവാർത്തകൾ തരുന്നവൻ. അപ്പൊ ഈ റസൂലും നബിയും തമ്മിലുള്ള വ്യത്യാസം, അതിനെ സംബന്ധിച്ച് പ്രധാനമായി പറയുന്നത്, പുതിയ മതനിയമങ്ങളുമായി ജനങ്ങളിലേക്ക് പ്രബോധനത്തിന് വേണ്ടി നിശ്ചയിക്കപ്പെട്ട വ്യക്തിക്കാണ് റസൂൽ എന്ന് പറയുന്നത്. അദ്ദേഹം അതിന് തൊട്ടു മുമ്പുള്ള നബിയുടെ നിയമങ്ങൾ, ആ നിയമങ്ങളും അതല്ലാത്ത വ്യത്യാസമുള്ള കുറച്ച് നിയമങ്ങളും, അപ്പൊ പുതിയ ശരീഅത്ത്, പുതിയ മതവിധികളുമായി വരുന്ന വ്യക്തിക്കാണ് റസൂൽ എന്ന് പറയുക. പിന്നെ തൊട്ടു മുമ്പുള്ള നബിയുടെ ഒരു റസൂലിന്റെ നിയമത്തെ, അദ്ദേഹത്തിന്റെ ദീനിനെ, അദ്ദേഹം കൊണ്ടുവന്ന മതനിയമങ്ങളെ പ്രചരിപ്പിക്കാൻ വേണ്ടി അള്ളാഹു താലായുടെ ഭാഗത്തിൽ നിന്ന് വഹിയൊക്കെ വരുന്ന വ്യക്തിക്കാണ് നബി എന്ന് പറയുക. പുതിയ നിയമവും പുതിയ ഗ്രന്ഥമൊന്നും അദ്ദേഹത്തിന് ഉണ്ടാവുകയില്ല. തൊട്ടു മുമ്പുള്ള ഒരു റസൂലിന്റെ നിയമങ്ങൾ, അദ്ദേഹത്തിന് അള്ളാഹു നൽകിയ നിയമങ്ങളെ പ്രചരിപ്പിക്കലും, അതേപോലെ വഹി വരും, അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്ന് ദിവ്യ സന്ദേശങ്ങൾ മലക്കുകൾ മുഖേന ലഭ്യമാകും. പക്ഷേ അതെല്ലാം കഴിഞ്ഞുപോയ ഒരു ദൂതന്റെ ഗ്രന്ഥവുമായി ബന്ധപ്പെട്ട, ശരീഅത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും. അപ്പൊ അങ്ങനെ പൂർണ്ണമായി ഒരു പുതിയ ശരീഅത്ത് അദ്ദേഹത്തിന് ഇല്ല. തൊട്ടു മുമ്പുള്ള ഒരു ശരീഅത്തിന്റെ പ്രചാരകനായി വഹി ലഭ്യമാകുന്ന, അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്ന് സന്ദേശം ലഭിക്കുന്ന വ്യക്തിയാണ് നബി. അപ്പൊ ഇങ്ങനെ റസൂല് നബീനെ രണ്ടായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മറ്റൊരു അഭിപ്രായം കൂടി കാണാം. ഒന്ന്, എതിരാളികളിലേക്ക്, കുഫാറുകൾ, മുശ്രിക്കീങ്ങൾ, അതേപോലുള്ള എതിരാളികളിലേക്ക് നിയോഗിക്കപ്പെടുന്ന വ്യക്തിയാണ് റസൂൽ എന്ന് പറയുന്നത്. പിന്നെ നബി എന്ന് പറയുമ്പോൾ അത്തരത്തിൽ എതിരാളികളിലേക്ക് അയക്കപ്പെടുന്നില്ല, എതിർപ്പൊന്നും ഉണ്ടാവില്ല. അത്തരത്തിലുള്ള പ്രവാചകൻ ആണ് നബി എന്ന് പറയുന്നത്. പോരാട്ടത്തിന് വേണ്ടി എതിരാളികളിലേക്ക് നിയോഗിക്കപ്പെടുമ്പോൾ റസൂലായി, അത്തരത്തിൽ എതിരാളികൾ ഇല്ല എങ്കിൽ നബിയായി. ഇങ്ങനെ വ്യത്യാസങ്ങൾ പറയപ്പെടുന്നുണ്ട് റസൂലും നബിയും തമ്മിൽ. അപ്പോ എണ്ണം പറഞ്ഞു, പിന്നെ റസൂൽ നബിയുടെ വ്യത്യാസം പറഞ്ഞു. അതേപോലെ ഖുറാനിൽ വന്നിരിക്കുന്ന 25 നബിമാരെ സംബന്ധിച്ചുള്ള പേരുകളാണ് വന്നിട്ടുള്ളൂ. ഹദറത്ത് ആദം അലൈഹിസ്സലാം അല്ലാഹു തആല പേരെടുത്ത് പറഞ്ഞ നബിമാരാണ്. ഹദറത്ത് നൂഹ് അലൈഹിസ്സലാം, സാലിഹ് നബി അലൈഹിസ്സലാം, ലൂത്ത് നബി അലൈഹിസ്സലാം, ഇസ്ഹാഖ് നബി, അതുപോലെ അയ്യൂബ് നബി, യൂനുസ് നബി, മൂസ നബി, ദാവൂദ് നബി, ഇല്യാസ് നബി, സക്കരിയ നബി, ഈസ നബി, ഇദ്രീസ് നബി, അതുപോലെ ഹൂദ്, ഇബ്രാഹിം നബിമാർ, ഇസ്മായിൽ നബി, യാക്കൂബ്, ദുൽകിഫ്ലി, ഷുഐബ്, ഹാറൂൻ, സുലൈമാൻ, അൽയസാ, യഹിയ, യൂസുഫ്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇങ്ങനെ അലൈഹിമുസ്സലാം. ഇങ്ങനെ 25 നബിമാരെ സംബന്ധിച്ചാണ് കഥകളും സംഭവങ്ങളൊക്കെ ആയിട്ട് അള്ളാഹു താല ഖുർആനിലൂടെ പല ആവശ്യങ്ങൾക്കായിട്ട് പറഞ്ഞിട്ടുള്ളത്. അതിനപ്പുറത്തേക്കുള്ളത് ആ നിലയിൽ പറഞ്ഞിട്ടില്ല. നബിമാരുണ്ട്, നബിമാരിൽ വിശ്വസിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ധാരാളം നബിമാരുടെ സംഭവങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ട്.
പിന്നെ അത് എത്ര പേരായിരുന്നു എന്നുള്ളത് ഹദീസിലൂടെയാണ് ഏകദേശം നമ്മൾക്ക് കൂടുതൽ നബിമാരെ അള്ളാഹു താല അയച്ചിട്ടുണ്ട് എന്നെല്ലാം പറയും. പിന്നെ ഈ നബിമാരെ സംബന്ധിച്ച് നമ്മൾ എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത്? ഒന്ന്, നബിമാർ മാസൂമുകൾ, പാപസുരക്ഷിതരാണ് എന്നവരെ സംബന്ധിച്ച് വിശ്വസിക്കണം. തിന്മ ചെയ്യാനുള്ള വാസന, മാസിയത്ത് ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിലും അതിലേക്കുള്ള താല്പര്യം ഇല്ലാത്ത നിലയിലുള്ള ഒരു മാനസിക സ്ഥിതി അള്ളാഹു അവരിൽ സൃഷ്ടിച്ചിട്ടുണ്ടാവും. അതിന് മലക്കത്തുൻ ഇലാഹിയ എന്ന് പറയും, ദൈവികമായ ഒരു കഴിവ്. പാവങ്ങൾ ചെയ്യാതെ മാറി നിൽക്കാനുള്ള പ്രത്യേകമായ ഒരു അവസ്ഥ, ഒരു വാസന അവരിലുണ്ടാവും. പാവം ചെയ്യാൻ കഴിവുണ്ട്, മലക്കുകളെ പോലെയല്ല. മലക്കുകളാകുമ്പോൾ പാവത്തെ പറ്റി ചിന്തിക്കാനേ കഴിയാത്ത അവസ്ഥയിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. എന്ത് പറയുന്നു അത് ചെയ്യലല്ലാതെ മറ്റൊരു കാര്യവും അവർക്ക് സാധിക്കില്ല. പക്ഷെ നബിമാർ അങ്ങനെയല്ല. തിന്മയ്ക്കുള്ള കഴിവ് അവരിൽ ബാക്കിയാണ്, പക്ഷേ തിന്മയിൽ നിന്ന് മാറി നിൽക്കാനുള്ള വാസന അള്ളാഹു അവരിൽ നൽകിയിരിക്കുകയാണ്. അതാണ് ഇസ്മത്ത്, മാസൂമുകളാണ് എന്ന് സാധാരണ പറയും. വൻ പാവങ്ങൾ അവരിൽ നിന്ന് സംഭവിക്കുകയില്ല. പാവങ്ങളെ മൂന്നായിട്ട് തരംതിരിക്കുന്നുണ്ട്. വൻ പാവങ്ങൾ, ചെറുപാവങ്ങൾ, ചെറിയ പിഴവുകൾ, വീഴ്ചകൾ, ഇങ്ങനെ ഇതുണ്ട്. അപ്പൊ വൻ പാവങ്ങൾ ഒരു കാരണവശാലും നബിമാരിൽ നിന്ന് സംഭവിക്കുകയില്ല എന്നുള്ളതാണ്. പിന്നെ ചെറിയ ചെറിയ വീഴ്ചകൾ അത് നബിമാരിൽ നിന്നുണ്ടാവാം. നബിമാരുടെ അള്ളാഹുമായിട്ടുള്ള അടുപ്പത്തിന്റെ അവസ്ഥയ്ക്ക് യോജിച്ചതല്ലാതെ ചില ചെറിയ ചെറിയ പിഴവുകൾ ഉണ്ടാവാം. നമ്മളിപ്പോ ആദം നബി അല്ലെ വൃക്ഷത്തിൽ നിന്ന് കഴിക്കരുത് എന്ന് പറഞ്ഞിട്ട് കഴിച്ചതും, അപ്പൊ അദ്ദേഹം വ്യാഖ്യാനിച്ചിട്ടാണ് കഴിച്ചത്, മനസ്സിലാവുന്നില്ലേ? ഒരു നിശ്ചിത ചെടിയിൽ അള്ളാഹു കാണിച്ചിട്ട് ഇതിൽ നിന്ന് കഴിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ അതിന്റെ വർഗത്തിൽപ്പെട്ട മറ്റൊരു വൃക്ഷത്തിൽ നിന്ന് കഴിക്കാം എന്ന് ധരിച്ചു, അദ്ദേഹം വ്യാഖ്യാനിച്ചു, അങ്ങനെയാണ് അത് കഴിക്കുന്നത്. അപ്പൊ ആ നിലയിൽ വരുമ്പോൾ അതെന്തല്ല, വ്യാഖ്യാനത്തെ മുന്നിൽ വെച്ചുകൊണ്ട് ചെയ്യുമ്പോൾ അതൊരു വൻ തെറ്റാകുന്നില്ല. ഒരു പിഴവ് എന്നേ അതിനെ നമുക്ക് കാണാൻ പറ്റുകയുള്ളൂ. അതേപോലെ യൂനുസ് നബിയുടെ സംഭവമാണെങ്കിലും ഖുറാനിൽ അല്ലെ, മത്സ്യം വിഴുങ്ങുന്നതിന് കാരണമായി അള്ളാഹുവിന് അനുവാദം കിട്ടാതെ നാട്ടിൽ നിന്ന് പോയി. വലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന് അദ്ദേഹം മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്ന് പറഞ്ഞ സംഭവമൊക്കെ, അതൊക്കെ നബിമാരിൽ നിന്നുണ്ടായിരിക്കുന്നത് അത് ചെറിയ ചെറിയ വീഴ്ചകൾ എന്നാണ് അതിന് പറയുക. വൻ പാവം എന്നൊന്നും അതിനെപ്പറ്റി പറയുകയില്ല. ഇനി ചെറിയ പാവങ്ങൾ അവരിൽ നിന്നുണ്ടാകാമോ എന്നുള്ളതിനെ പറ്റി ചർച്ചയുണ്ട്. എങ്കിലും പറയുന്നത് ചെറുപാവങ്ങൾ സംഭവിച്ചാലും അതിലവര് നിലകൊള്ളുകയില്ല, പെട്ടെന്ന് അതിൽ നിന്ന് പശ്ചാത്തപിച്ച് പിന്മാറും. ഇതാണ്. പിന്നെ വൻപാവങ്ങൾ ഉണ്ടാവുകയുമില്ല. അപ്പൊ വൻപാവം ഉണ്ടാവുകയില്ല. ചെറുപാവം ഉണ്ടായാൽ തന്നെ ഉടൻ അതിൽ നിന്ന് അവര് ഒഴിഞ്ഞു മാറും. പിന്നെ ചെറിയ പിഴവുകൾ അവരിൽ ഉണ്ടാകാം. അപ്പൊ ഇതാണ് നബിമാരുടെ അവസ്ഥ. അള്ളാഹു താല മനുഷ്യരിലേക്ക് നിയോഗിച്ച പ്രവാചകന്മാരാകുമ്പോൾ അവരിൽ വലിയ പാവങ്ങൾ ചെയ്യാനുള്ള അവസ്ഥ അവരിൽ ഇല്ല. അള്ളാഹു അവരെ സംരക്ഷിച്ചിരിക്കുകയാണ്. പിന്നെ അവരെല്ലാവരും അള്ളാഹുവിന്റെ തൗഹീദിലേക്ക്, അള്ളാഹുവിന്റെ ഏകത്വത്തിലേക്കാണ് അവരെല്ലാവരും ക്ഷണിച്ചത് ജനങ്ങളെ അതാത് കാലഘട്ടങ്ങളിൽ. ഞാനല്ലാതെ ആരാധ്യനില്ല, ആരാധിക്കപ്പെടുവാൻ അർഹൻ ഞാൻ മാത്രം. അതുകൊണ്ട് എന്നെ മാത്രം നിങ്ങൾ ആരാധിക്കൂ എന്ന് പറയുവാൻ വേണ്ടിയാണ് മുഴുവൻ മുർസലുകളെയും താങ്കൾക്ക് മുമ്പ് നാം അയച്ചിട്ടുള്ളത് എന്ന് അല്ലാഹു തആല പറയുകയാണ്. സൂറത്തെ അംബിയ 25. വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. അപ്പൊ അവരെല്ലാം ക്ഷണിച്ചത് തൗഹീദിലേക്ക്, അള്ളാഹു മാത്രം ആരാധ്യൻ, അള്ളാഹു മാത്രം ആരാധനയ്ക്ക് അർഹൻ, അവനെ മാത്രമേ ആരാധിക്കാവൂ എന്നതിലേക്കാണ്. എല്ലാ നബിമാരുടെയും അടിസ്ഥാന പ്രബോധന കാര്യം ഒന്ന് തന്നെയാണ്. പിന്നെ അവരെ അനുസരിക്കപ്പെടുവാൻ വേണ്ടിയാണ് നിയോഗിച്ചിരിക്കുന്നത്. അള്ളാഹു പറഞ്ഞു, വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ലിയുതാഅ ബിഇദ്നില്ലാഹ്. അള്ളാഹുവിന്റെ അനുമതി പ്രകാരം അനുസരിക്കപ്പെടുവാൻ വേണ്ടി മാത്രമാണ് എല്ലാ ദൂതന്മാരെയും നാം അയച്ചിട്ടുള്ളത്. സമൂഹത്തിലേക്ക് അയച്ച എല്ലാ ദൂതനും ആ ദൂതൻ എന്ത് പറയുന്നോ ആ അദ്ദേഹത്തെ അനുസരിക്കണം. അതിനുവേണ്ടിയാണ് നിയോഗിച്ചത്. മൻ യുതിഇർ റസൂല ഫഖദ് അതാ അല്ലാഹ്. ദൂതനെ ആരനുസരിച്ചോ അവൻ അള്ളാഹുവിനെ അനുസരിച്ചവനായി.
ഈ നിലയിൽ അനുസരിക്കപ്പെടുവാൻ വേണ്ടിയാണ്, അവരുടെ കൽപ്പനകളെ അനുസരിച്ച് ബാക്കിയുള്ള മനുഷ്യർ ജീവിക്കാൻ വേണ്ടിയാണ് അള്ളാഹു താല ദൂതന്മാരെ അയച്ചത്. പിന്നെ അവര് മനുഷ്യരാണ്, മനുഷ്യവർഗം തന്നെയാണ്, അല്ലാതെ വേറെ വർഗമൊന്നുമല്ല. ഇൻ അൻതും ഇല്ല ബശറും മിസ്ലുന തുരീദൂന അൻ തസുദ്ദൂന അമ്മാ കാന യഅ്ബുദു ആബാഉന. നിഷേധികൾ ഓരോ പ്രവാചകന്മാരും വന്ന സന്ദർഭങ്ങളിൽ എതിരാളികൾ പറഞ്ഞത്, നിങ്ങൾ ഞങ്ങളെ പോലുള്ള മനുഷ്യരാണ്, ഞങ്ങളെ പോലെ നമ്മളിൽപ്പെട്ട ഒരാളുടെ മകനാണ് താങ്കളും, അതുകൊണ്ട് ഞങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന വിഗ്രഹങ്ങളിൽ നിന്നുള്ള വിഗ്രഹാരാധനയിൽ നിന്ന് ഞങ്ങളെ നീ തടയാൻ വന്നിരിക്കുകയാണ്, നിനക്കെന്താണ് പ്രത്യേകത, നിങ്ങൾ നമ്മളെ പോലുള്ള മനുഷ്യർ തന്നെയല്ലേ. അപ്പോൾ എതിരാളികളും സമ്മതിക്കുന്നു മനുഷ്യരാണ് എന്ന്. അതേപോലെ അള്ളാഹു പറയാൻ വേണ്ടി പറഞ്ഞു പ്രവാചകനോട്, ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും, ഞാൻ നിങ്ങളെ പോലുള്ള ഒരു മനുഷ്യൻ മാത്രമാണ്, പക്ഷെ എനിക്കൊരു പ്രത്യേകതയുള്ളത്, യൂഹ ഇലയ്യ, എനിക്ക് അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്ന് നിയമങ്ങളുടെ സന്ദേശങ്ങൾ നൽകപ്പെടുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. അല്ലാതെ സാധാ മനുഷ്യനാണെന്നല്ല, അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്ന് നിയമങ്ങൾ അറിയിക്കപ്പെടുന്ന, വിധിവിലക്കുകൾ അറിയിക്കപ്പെടുന്ന, സന്ദേശങ്ങൾ വരുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. ഇന്നമാ ഇലാഹുക്കും അന്നമാ ഇലാഹുക്കും ഇലാഹു വാഹിദ്, നിങ്ങളുടെ ആരാധ്യൻ ഏകനായ ആരാധ്യനാണ് എന്ന ദിവ്യ സന്ദേശം കൊണ്ട് അയക്കപ്പെട്ട ഒരു മനുഷ്യനാണ് ഞാൻ എന്ന് താങ്കൾ ജനങ്ങളോട് പറയുക. അപ്പൊ മനുഷ്യന്മാരാണ് എല്ലാ പ്രവാചകന്മാരും. ഒരു മനുഷ്യന്റെ വിശ്വാസം ശരിയാകാൻ അല്ലെ, ഈ നബിമാരെല്ലാവരും മനുഷ്യരായിരുന്നു എന്ന് വിശ്വസിക്കണം. ഷറത്തു സിഹത്തിൽ ഈമാൻ, ഒരാൾ വിശ്വാസിയാകുന്നതിനുള്ള നിബന്ധനയിൽപ്പെട്ടതാണ് ഈ നബിമാരെല്ലാവരും മനുഷ്യവർഗത്തിൽപ്പെട്ടവരാണ് എന്ന് പറയുക എന്നുള്ളത്. ഒരാളോട് ചോദിച്ചു, പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യനാണോ, മലക്കാണോ, ജിന്നാണോ, ഏത് വർഗത്തിൽപ്പെട്ടതാണ് എന്നൊരാൾക്ക് ഇങ്ങനെ ചോദിച്ചാൽ, അവൻ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, എനിക്കറിയില്ല. ലാ അദ്രി ഹൽ ഹുവ മിനൽ അറബ് ഔ മിനൽ അജം ഹൽ ഹുവ മിനൽ ബശർ അം മിനൽ മലായിക ഔ മിനൽ ജിൻ, മനുഷ്യനാണോ, മലക്കാണോ, ജിന്നാണോ എന്ന് എനിക്കറിയില്ല. മുഹമ്മദ് നബിയിൽ ഞാൻ വിശ്വസിക്കുന്നു, അദ്ദേഹത്തെ പറ്റി എന്താണ് സാധനം എന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞാൽ, ഫലാ ശക്ക ഫീ കുഫ്രിഹി, അദ്ദേഹം കാഫിറാണെന്നുള്ള വിഷയത്തിൽ സംശയമേ ഇല്ല. കാരണം ഖുർആൻ വളരെ വ്യക്തമായി പറയുന്നു, ഇന്നമാ അന ബശറും മിസ്ലുക്കും യൂഹാ ഇലയ്യ, വഹി നൽകപ്പെടുന്ന, ദിവ്യ സന്ദേശം നൽകപ്പെടുന്ന ഒരു മനുഷ്യനാണ് ഞാൻ എന്ന് താങ്കൾ പറയുക എന്ന് അല്ലാഹു തആല ഖുർആനിലൂടെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അപ്പൊ മനുഷ്യനാണ് പ്രവാചകൻ എന്ന് നമ്മൾ വിശ്വസിച്ചേ പറ്റൂ. അങ്ങനെയല്ല, എനിക്കറിയില്ല എന്ന് പറഞ്ഞാൽ അവൻ വിശ്വാസത്തിന് പുറത്തായി പോകും. പിന്നെ നബിമാരും നമ്മളെ പോലെ തന്നെ അള്ളാഹുവിനെ അനുസരിക്കാൻ ബാധ്യസ്ഥനായ അടിമയാണ്, അബദിയൻ. മനുഷ്യനാണെന്ന് പറയുമ്പോൾ മനുഷ്യനെ പോലെ എല്ലാ മനുഷ്യന്റെ വിചാരങ്ങളുണ്ട്. അവർക്ക് വിശപ്പുണ്ട്, ഉറക്കമുണ്ട്, ക്ഷീണമുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, അല്ലെ. മറവി സംഭവിക്കും, അൻസാക്കം തൻസവും, നിങ്ങൾ മറക്കുന്നത് പോലെ സംഭവിക്കും. എനിക്ക് മറവി സംഭവിച്ചാൽ നിങ്ങൾ എന്നെ ഓർമ്മപ്പെടുത്തണം. നമസ്കാരത്തിൽ 5 പ്രാവശ്യം തങ്ങൾക്ക് മറവി സംഭവിച്ച സംഭവം വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ മനുഷ്യ സഹജമായിട്ടുള്ള എല്ലാ അവസ്ഥകളും തങ്ങളിൽ വരാൻ പറ്റുന്നയാളാണ്. വിശപ്പ്, ദാഹം, അതേപോലെ ബേജാറ്, അസ്വസ്ഥത, ഭീതി, പേടി, രോഗം, ഉറക്കം, ബുദ്ധിമുട്ട്, അല്ലെ, കരയുക, ദുഃഖിക്കുക, വ്യസനിക്കുക, സന്തോഷിക്കുക, എല്ലാ കാര്യങ്ങളും അവർക്കുണ്ടാവും. ബഷരി സിഫാത്ത്, മനുഷ്യ സ്വഭാവങ്ങളെല്ലാം അവർക്കുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞ വൻപാവങ്ങളിൽ നിന്ന് അവർ സുരക്ഷിതരാണ്. ചെറുപാവം ഉണ്ടായാൽ അതിൽ നിന്ന് ഉടൻ തന്നെ അവരതിൽ നിന്ന് ഒഴിവാവുകയും പശ്ചാത്തപിക്കുകയും ചെയ്യും. പിന്നെ ചെറിയ ചെറിയ പിഴവുകൾ അവരിൽ നിന്ന് സംഭവിക്കാം, അത് പാവങ്ങൾ എന്ന് കാണപ്പെടുകയില്ല. അപ്പൊ അള്ളാഹുവിന്റെ അടിമകളാണ്, മനുഷ്യരാണ് എന്ന് വിശ്വസിക്കണം.
അള്ളാഹു താലായും അടിമയാണ്. എൻ്റെ അടിമകളാണ് നബിമാരെന്ന് ഓരോ നബിമാരെ പറ്റി പറയുമ്പോഴും പറയാറുണ്ട്. വദ്കുർ അബ്ദന അയ്യൂബ, എൻ്റെ ദാസനായ അയ്യൂബിനെ താങ്കൾ ഓർക്കുക. വദ്കുർ ഇബാദന ഇബ്രാഹിം വ ഇസ്ഹാഖ് വ യാക്കൂബ്, എൻ്റെ ദാസന്മാരായ ഇബ്രാഹിമിനെയും ഇസ്ഹാക്കിനെയും യാക്കൂബിനെയും പറ്റി താങ്കൾ ഓർക്കുക അല്ലെങ്കിൽ പറയുക. ഇൻ ഹുവ ഇല്ല അബ്ദുൻ അൻഅംന അലൈഹി, നാം അനുഗ്രഹിച്ച ദാസൻ മാത്രമാണ് അദ്ദേഹം. സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി, എൻ്റെ അടിമയെ രാത്രിയിൽ ബൈത്തുൽ മഖദ്സിലേക്ക് യാത്ര ചെയ്യിപ്പിച്ച അള്ളാഹു പരിശുദ്ധൻ. സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞത്, ദാസൻ തൻ്റെ ദാസനെ രാത്രിയിൽ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അക്സയിലേക്ക് സഞ്ചരിപ്പിച്ചവൻ പരിശുദ്ധൻ. അപ്പം എല്ലാം അള്ളാഹുവിന്റെ ദാസന്മാരാണ്. പിന്നെ അതുകൂടാതെ പ്രവാചകന്മാരെ സംബന്ധിച്ച് മനസ്സിലാക്കാനുള്ള ഈ നുബൂവത്ത് എന്ന് പറയുന്നത്, പ്രവാചകനാവുക, ദൂതനാവുക, റിസാലത്ത് എന്ന് പറയുന്നത് ഒരു മനുഷ്യന് പ്രയത്നത്തിലൂടെ ആർജിച്ചെടുക്കാൻ പറ്റുന്ന കാര്യമല്ല. അള്ളാഹു തീരുമാനിച്ച വ്യക്തിക്ക് അള്ളാഹു നൽകുന്നതാണ്. അല്ലാതെ നമ്മൾ ഇബാദത്ത് ചെയ്ത് ധ്യാനത്തിലിരുന്ന് ഏകാന്തമായി ജീവിച്ച് ഇങ്ങനെ കുറേ കാലം അങ്ങനെ കഴിയുമ്പോൾ അള്ളാഹു നമ്മൾക്ക് തരുന്ന ഒരവസ്ഥയാണ്. അങ്ങനെയില്ല. അങ്ങനെ നമ്മൾക്ക് നേടിയെടുക്കാൻ പറ്റുന്നതല്ല, അധ്വാനത്തിലൂടെ നേടുന്ന സാധനമല്ല. അള്ളാഹു പറഞ്ഞു, അള്ളാഹു യസ്തഫി മിനൽ മലായികതി റുസുലൻ വമിനൻ നാസ്, മലക്കുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നും ദൂതന്മാരെ അള്ളാഹു തിരഞ്ഞെടുക്കുന്നു. അതേപോലെ വലാകിന്ന അല്ലാഹ യമുന്നു അലാ മൻ യശാഉ മിൻ ഇബാദിഹി, റിസാലത്ത് നുബുവത്ത് എന്ന് പറയുന്നത് തൻ്റെ അടിമകളിൽപ്പെട്ട അള്ളാഹു വിചാരിക്കുന്നവർക്ക് മാത്രം ചെയ്യുന്ന ഉപകാരമാണ്. അള്ളാഹു അഅലമു ഹൈസു യജഅൽ റിസാലതഹു, അള്ളാഹുവിന്റെ നുബുവത്ത്, റിസാലത്ത് എവിടെയാണ് ആർക്കാണ് നൽകേണ്ടതെന്ന് അള്ളാഹു വളരെ വ്യക്തമായി അറിയുന്നു. അതനുസരിച്ച് അള്ളാഹു നൽകുന്ന ഒരു കാര്യമാണ്. അതേപോലെ അപ്പൊ അതുകൊണ്ട് മനുഷ്യന് നേടിയെടുക്കാൻ, ആഗ്രഹിച്ചിട്ട് സമ്പാദിച്ചെടുക്കാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല നുബുവത്ത് എന്നത് മനസ്സിലാക്കണം. പിന്നെ അപ്പൊ നബിമാരുമായി ബന്ധപ്പെട്ട നമ്മൾ അവരുടെ അവസ്ഥയാണ് ഇസ്മത്ത് എന്ന് പറഞ്ഞു, അല്ലെ, പാവ സുരക്ഷിതത്വം. പിന്നെ അവരെല്ലാവരും ക്ഷണിച്ചത് ദഅവത്ത് എന്തായിരുന്നു? അള്ളാഹുവിന്റെ ഏകത്വത്തിലേക്കാണ് ക്ഷണിച്ചത് എന്ന് പറഞ്ഞു. പിന്നെ അവരെ അനുസരിക്കപ്പെടുവാൻ വേണ്ടിയാണ് നിയോഗിച്ചത് എന്ന് പറഞ്ഞു. പിന്നെ അവരെല്ലാവരും മനുഷ്യരാണ്. മനുഷ്യരാണോ ജിന്നാണോ മലക്കാണോ എന്ന് പ്രവാചകന്മാരെ സംബന്ധിച്ച് സംശയിച്ചാൽ അവൻ ഇസ്ലാമിന് പുറത്താകും എന്ന് പറഞ്ഞു. പിന്നെ നുബുവത്ത്, റിസാലത്ത് മനുഷ്യന് ആർജിച്ചെടുക്കാവുന്ന, നേടിയെടുക്കാവുന്ന, പ്രയത്നിച്ച് നേടിയെടുക്കാവുന്ന കാര്യമല്ല. അത് അള്ളാഹു താല പ്രത്യേകമായി തെരഞ്ഞെടുത്ത ദാസന്മാർക്ക് അള്ളാഹു നൽകുന്ന ഒരു അവസ്ഥയാണ്, ഗുണമാണ് പ്രവാചകത്വം എന്ന് പറയുന്നത് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി പ്രവാചകന്മാരിൽ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് മുഅ്ജിസ. മുഅ്ജിസ, അമാനുഷികമായ കാര്യങ്ങൾ. മുഅ്ജിസ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ കഴിവിനെ അശക്തമാക്കി കളയുന്ന കാര്യം, ദുർബലമാക്കി കളയുന്ന കാര്യം. അതിനെ നേരിടാൻ മറ്റവർക്ക് സാധ്യമല്ല. മുഅ്തുൻ എന്ന് പറഞ്ഞ അശക്തമാക്കി കളയുന്ന കാര്യങ്ങൾ. അപ്പൊ അവർ നബിമാരിലൂടെ അള്ളാഹു പ്രകടിപ്പിക്കുന്ന, അവർ നബിയാണെന്ന് അറിയാൻ, അവരെ ഏത് സമൂഹത്തിലേക്കാണോ നിയോഗിച്ചത് അവർക്ക് ഇദ്ദേഹം നബിയാണെന്ന് മനസ്സിലാവാൻ വേണ്ടി അള്ളാഹു താല ചില അത്ഭുതങ്ങൾ അവരിലൂടെ പ്രകടിപ്പിക്കും. അതിനെയാണ് മുഅ്ജിസ എന്ന് പറയുന്നത്. അമാനുഷിക കാര്യങ്ങൾ, മനുഷ്യന്റെ കഴിവിനപ്പുറത്തുള്ള, അള്ളാഹുവിന്റെ പ്രത്യേക ദാസനാണ്, നബിയാണ് എന്ന അദ്ദേഹത്തിന്റെ വാദം ശരിയാണെന്ന് അറിയിക്കാൻ വേണ്ടി അള്ളാഹു താല അവരിലൂടെ പ്രകടിപ്പിക്കുന്ന, അള്ളാഹുവാണത് അവരിലൂടെ പ്രകടിപ്പിക്കുന്നത്, ആ കാര്യമാണ് മുഅ്ജിസ എന്ന നിലയിൽ അറിയപ്പെടുന്നത്. ഹസ്രത്ത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഫിറഔനിന്റെ കൊട്ടാരത്തിൽ പ്രബോധനവുമായി എത്തിയപ്പോൾ, നീ, ഞാനൊരു ദൃഷ്ടാന്തവുമായിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു.
അള്ളാഹുവിന്റെ പക്കലിൽ നിന്നൊരു ദൃഷ്ടാന്തവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്, ഞാൻ നബിയാണെന്നുള്ള കാര്യം അറിയിക്കാൻ പറ്റുന്ന തെളിവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കാരണം അദ്ദേഹത്തിന് രണ്ട് തെളിവുകൾ മെയിനായിട്ട് കൊടുത്തത്. ഒന്ന് വടി, ആ വടി താഴെയിട്ടാൽ പാമ്പാകും. മുബീൻ, വടി താഴെയിട്ടാൽ അത് പാമ്പായി മാറും. ഇതെപ്പോൾ ആവശ്യം വന്നാലും അങ്ങനെ ചെയ്താൽ പാമ്പായി മാറും. അതേപോലെ അദ്ദേഹത്തിന്റെ കൈയുടെ കൈപ്പത്തി കക്ഷത്തിലേക്ക് ചേർത്ത് വെച്ചാൽ കൈ ലൈറ്റ് പോലെ പ്രകാശിക്കും. വെളിയിലേക്ക് എടുത്തു കഴിഞ്ഞാൽ പ്രകാശിക്കുന്ന രൂപത്തിലായിരിക്കും കൈ ഉണ്ടാവുക. രോഗത്തിന്റെ പേരിലൊന്നും അല്ലാതെ നല്ല സുന്ദരമായ പ്രകാശം. തിരിച്ച് വീണ്ടും കക്ഷത്തിലേക്ക് വെച്ചാൽ പ്രകാശം ഇല്ലാതാകും. ഇങ്ങനെ രണ്ട് ദൃഷ്ടാന്തങ്ങളാണ് നബിയാണ് എന്ന് അറിയിക്കാനായി അല്ലാഹു തആല നൽകിയത്. അപ്പൊ ഞാൻ ദൃഷ്ടാന്തവുമായി വന്നു എന്ന് പറഞ്ഞപ്പോൾ അവര് പറഞ്ഞു, ഫഅതി ബിഹാ ഇൻ കുന്ത മിന സാദിഖീൻ, നീ സത്യം പറയുന്ന ആളാണെങ്കിൽ നീ നബിയാണെന്ന് അറിയിക്കുന്ന ആ തെളിവ് കൊണ്ടുവരിക. ഫാൽഖാ അസാഹു ഫൈദാ ഹിയ സൗബാനുൻ മുബീൻ, അദ്ദേഹം തന്റെ വടിയെ നിലത്തിട്ടു, അതാ അപ്പോൾ അത് വ്യക്തമായ ഒരു സർപ്പമായി, പാമ്പായി മാറി. വനസഅ യദഹു, കക്ഷത്തിൽ നിന്ന് കൈ വലിച്ചെടുത്തു. ഫൈദാ ഹിയ ബൈളാഉ ലിന്നാദിരീൻ, കാണുന്നവർക്ക് അത് പ്രകാശിക്കുന്ന വെളുപ്പുള്ള കൈയായി പ്രത്യക്ഷപ്പെടുന്നു. അപ്പൊ ഇത് നബിമാർക്ക് നബിയാണെന്ന് അറിയിക്കാൻ വേണ്ടി നൽകുന്ന അമാനുഷികമായ മനുഷ്യ കഴിവിൽ പെടാത്ത കാര്യങ്ങളെയാണ് മുഅ്ജിസ എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ ഒരുപാട് അസാധാരണ സംഭവങ്ങൾ, കുറഞ്ഞ വെള്ളം കൊണ്ട് നൂറുകണക്കിന് ആൾക്കാർ വുളൂ ചെയ്യുന്നു, കുറഞ്ഞ ഭക്ഷണം കൊണ്ട് നൂറുകണക്കിന് ആൾക്കാർ ഭക്ഷണം കഴിക്കുന്നു. അതേപോലെ തന്നെ കല്ലുകളും മണലുകളും തങ്ങൾക്ക് സലാം പറയുന്നു. അതേപോലെ മൃഗങ്ങൾ തങ്ങളോട് അവലാതിപ്പെടുന്നു. എന്നിത്യാദി ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ സംഭവിക്കുന്നതായിട്ട് കാണാം. പിന്നെ ഏറ്റവും വലിയ മൗജിസയാണ് ഖുർആന്റെ അമാനുഷികത. അതിന് സമമായ ഒരു ഗ്രന്ഥം കൊണ്ടുവരാൻ സാഹിത്യകാരന്മാരായ അറബികൾക്ക് ആർക്കും കഴിഞ്ഞില്ല. അല്ലാഹു തആലയുടെ ഭാഗത്തിൽ നിന്ന് വെല്ലുവിളിച്ചു, ഫഅ്തു ബിസൂറത്തിൻ മിൻ മിസ്ലിഹി, ഖുർആനിന് സമമായ ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഖുർആനിലുള്ള ഒരു അധ്യായത്തിന് സമമായ അധ്യായം നിങ്ങൾ കൊണ്ടുവരിക. നിങ്ങൾ അല്ലാഹു അല്ലാത്ത എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിക്കൊള്ളുക. വദഉ ശുഹദാഅകും മിൻ ദൂനില്ലാഹ് ഇൻ കുന്തും സാദിഖീൻ, നിങ്ങൾക്ക് സാധിക്കുമെന്നാണ് നിങ്ങളുടെ വാദമെങ്കിൽ നിങ്ങൾക്ക് കഴിയുന്ന എല്ലാവരെയും ക്ഷണിച്ചുകൊള്ളുക. അള്ളാഹുവിന് പുറമെയുള്ള നിങ്ങൾക്ക് സാധ്യമാകുന്ന മുഴുവൻ ശക്തികളെയും ഒരുമിച്ച് കൂട്ടി ഖുർആനിന് സമമായ ഒരു ഗ്രന്ഥം കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞു. ആർക്കും ഇന്നേ വരെ അത് സാധിച്ചിട്ടില്ല. അറബ് സാഹിത്യകാരന്മാരാണ് അന്നുള്ളത്, അവർക്കും സാധിച്ചില്ല. അപ്പൊ ഏറ്റവും വലിയ ജീവിച്ചിരിക്കുന്ന പ്രവാചകന്റെ അമാനുഷികമായ കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയാണെന്ന് അറിയിക്കുന്ന സംഗതിയാണ് പരിശുദ്ധമായ ഖുർആൻ. ആരും ആ വെല്ലുവിളി ഏറ്റെടുത്ത് ഖുർആനിന് സമമായ ഒരു ഗ്രന്ഥം കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ്. ശ്രമിച്ചിട്ട് അവർക്ക് സാധിച്ചിട്ടില്ല. ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടാക്കിയെങ്കിലും അതൊക്കെ അവരുടെ കൂടെയുള്ളവർ തന്നെ തള്ളിക്കളഞ്ഞു. ഖുർആനിന്റെ സമമാവുകയില്ല എന്ന്. അതുകൊണ്ട് ലോകത്ത് അങ്ങനെ സംഭവിച്ചിട്ടില്ല ഖുർആനിന് സമമായ ഒരു ഗ്രന്ഥം ഉണ്ടാക്കുക. അപ്പൊ അതാണ് നമ്മൾ പറയുന്ന മുഅ്ജിസ കേട്ടോ, അമാനുഷികമായ കാര്യങ്ങൾ നബിമാരിലൂടെ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ നബിമാരുമായി ബന്ധപ്പെട്ട അറിഞ്ഞിരിക്കേണ്ട അടിസ്ഥാനപരമായ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പറഞ്ഞു വെച്ചത്. ഇനിയും നബിയുമായി ബന്ധപ്പെട്ടതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി പ്രത്യേകമായി ബന്ധപ്പെട്ടതുമായ കുറച്ച് കാര്യങ്ങൾ കൂടി ഒരു ക്ലാസ്സിലൂടെ നമുക്ക് നബിമാരുമായി ബന്ധപ്പെട്ട വിഷയം തീർക്കണം. പിന്നെ അടുത്ത് അതിനോടൊപ്പമുള്ള മലായികതിഹിയും വകുതുബിഹിയും വൽ യൗമിൽ ആഖിരി വൽ ഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹ്, വിശ്വാസത്തിന്റെ അടിസ്ഥാന കാര്യങ്ങളുടെ അടുത്ത വിവരണങ്ങൾ ഇത് പൂർത്തിയാക്കിയിട്ട് നമ്മൾക്ക് ചെയ്യാം ഇൻഷാ അല്ലാഹ്. പിന്നെ ഇന്ന് നമ്മൾ നബിമാരെ പറ്റി പറഞ്ഞ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാൻ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാനാണെങ്കിൽ അടുത്ത ക്ലാസ്സിൽ പറയാം, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ പറയേണ്ടതാണെങ്കിൽ ഓർമ്മയുണ്ടെങ്കിൽ പറയാം. എന്തെങ്കിലും സംശയങ്ങള്? അപ്പൊ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ പാഠം ഇവിടെ അവസാനിപ്പിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.